പക്ഷേ ശ്രീ എം കെ ഹരിദാസ്, കേന്ദ്ര ഏജൻസികൾ എപ്പോൾ കേരളത്തിൽ വന്ന് അന്വേഷണം നടത്തിയാലും അത് പാതി വഴിക്ക് മുടങ്ങാറുള്ളതാണ്. SFIOയുടെ കാര്യത്തിലും ഇവിടെ വരെ എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകാൻ വഴിയില്ല. ഇതിനപ്പുറത്തെ കാര്യങ്ങൾ പോകുമോ? കോടതി വരെ എത്തിയത് കൊണ്ട് ഇനി പ്രോസിക്യൂഷനാണ് സ്വാഭാവികമായിട്ടും. അവിടെ വേണമെങ്കിൽ ഈ 447 വകുപ്പാണ് ഇട്ടിരിക്കുന്നത് കമ്പനി ആക്ട് പ്രകാരം. അത് അറസ്റ്റിലേക്ക് പോകാം. ജാമ്യമില്ലാ വകുപ്പാണ്. ഇതൊക്കെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ് മറ്റ് കേസുകളിൽ ഈ കമ്പനീസ് ആക്ട് അനുസരിച്ച്. അപ്പോൾ വേണമെങ്കിൽ അറസ്റ്റിലേക്ക് പോലും നീങ്ങാവുന്നതാണ്. താങ്കൾ പക്ഷേ അങ്ങനെ SFIOയിൽ നിന്ന് അടുത്ത നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ ഉടൻ തന്നെ? നോക്കൂ, ഈ മുതലക്കുട്ടികളെ ആരും നീന്തം പഠിപ്പിക്കാറില്ല. അവ സ്വയം വെള്ളത്തിലേക്ക് ജനിച്ചു വീഴുന്നു, അവ വെള്ളത്തിൽ നിന്ന് നീന്തി കയറാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട്, അതും ബാംഗ്ലൂരിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട്, അത് അമ്മയുടെ എന്താ പറയണ്ടേ പെൻഷൻ പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു മകള് ഇത്തരത്തിലുള്ള പുറം വഴിക്കുള്ള പണം അവിടെ വരാനും അതിനെ കൃത്യമായിട്ട് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ആരംഭിച്ച ഒരു കടലാസ് കമ്പനിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇന്നും അന്വേഷണം തുടരുകയാണ്. ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു 4-5 ആൾക്കാരെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഇവര് 10-90 ലക്ഷം രൂപയൊക്കെ ഈ ഒരു കാലാവധിയിൽ ഇവർ ശമ്പളം കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആരെയും ഇതുവരേക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കർണാടക ഹൈക്കോടതിയുടെ വിധി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഈ കമ്പനിയുടെ അഡ്രസ്സ് എവിടെയായിരുന്നു എന്നുള്ള കാര്യം അന്വേഷിച്ച് ചെന്നപ്പോൾ അത് AKG സെന്റർ ആയിരുന്നു എന്നുള്ള കാര്യം വരുന്നു. അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരാതി ഈ കമ്പനിക്കെതിരെ വന്നിട്ടുണ്ട് എന്നത് കണ്ടെത്തുന്നു. എക്സാലോജിക് പിന്നീട് നിർത്തുകയായിരുന്നു. അതെ, ഈ AKG സെന്റർ ആണ് ഇതിന്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പോ ഈ മഞ്ജുഷിന്റെ ഇൻട്രോയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്തിയിട്ട് CPM നേതാക്കള് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണവും ഒരു കുറ്റപത്ര സമർപ്പിക്കലുമാണ് ഇപ്പൊ ഈ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തിട്ട് എത്ര സഖാക്കൾക്ക് അല്ലെങ്കിൽ എത്ര സഖാത്തികൾക്ക് അവിടെ ഒരു സ്ഥാപനത്തിന് അഡ്രസ്സ് കൊടുക്കാൻ AKG സെന്ററിന്റെ കെയർ ഓഫ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലില്ല. അപ്പോൾ കേരളത്തിലെ AKG സെന്ററിന്റെ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് വീണ വിജയൻ ബാംഗ്ലൂരിൽ നടത്തുന്ന ഈ കമ്പനി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കടലാസ് കമ്പനിയിലൂടെ ഇത്തരത്തിൽ അവിഹിതമായിട്ടുള്ള കുറെ പണം വന്നു ചേരണം, അത് എത്തേണ്ടവർക്ക് എത്തണം. അത് എത്തിച്ച അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ എന്നോട് മഞ്ജുഷ് ഭംഗ്യന്തരെയാണ് ചോദിച്ച ചോദ്യം ഇതാണ്: ഇനി ഇതൊക്കെ എത്രത്തോളം മുൻപോട്ട് പോകും, ഇത് എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്നതാണ് അടുത്ത 1-2 കൊല്ലത്തിനുള്ളിൽ. പക്ഷെ എത്ര മുൻപോട്ട് പോയാലും വീണ വിജയനൊന്നും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കില്ലെന്ന് 65 വയസ്സായ ആളെ ഞാനിപ്പോ ഈ ചർച്ചയിൽ പറയുകയാണ്. കാരണം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനൊരു പക്ഷെ ഉണ്ടായിരിക്കില്ലെങ്കിലും വീണ വിജയൻ ഈ കേസിന്റെ പേരിൽ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുകയില്ല. വെറും പുട്ടും കടലയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മുഖ്യമന്ത്രി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഡൽഹിയിൽ പോവുകയും അവിടെ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഭയങ്കര കോയിൻസിഡൻസ് ആണ്. അവിടെ ഗവർണർ വന്ന് കയറുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് പോകുന്ന നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി അവിടെ കേരള ഹൗസിൽ വരുന്നു. അങ്ങനെ വാതിലടച്ചിട്ടിട്ട് KV തോമസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നു. എന്നിട്ട് പുറത്ത് വന്നിട്ട് പറയുന്നത് നല്ല പുട്ടും കടലയായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 3,40,00,000 ജനങ്ങളെയും അങ്ങേറ്റം വിഡ്ഢിയാക്കുന്ന ഒരു സംഭവമാണ്. കാരണം 36-35 ദിവസമായിട്ടുണ്ട് അന്ന് ഈ പാവപ്പെട്ട ഈ 60-62 വയസ്സായ സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിട്ട്. അത് ചോദിച്ചു നിങ്ങൾ മാധ്യമങ്ങൾ, അവരുടെ ഈ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം എന്തെങ്കിലും നിർമ്മല സീതാരാമന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനല്ല ഇവിടെ വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് ഇത്തരം ഒരു അടച്ചിട്ട മുറിയിലൊക്കെ ഇരുന്ന് ഒരു ദീർഘമായ ചർച്ചകളൊക്കെ നടത്തിയ അന്തരീക്ഷത്തില് എനിക്ക് പക്ഷേ അത് കഴിഞ്ഞും ഇപ്പോൾ SFIO കോടതി വരെ എത്തിച്ചിട്ടുണ്ട്. ഈ കേസ് കോടതി വരെ എത്തിച്ചു. കോടതി വരെ എത്തിച്ചതിൽ കുറച്ച് നിബന്ധനകൾ ഉണ്ട് മഞ്ജുഷെ. ആ നിബന്ധനകൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനോ റിമാൻഡിൽ വെക്കാനോ പാടില്ല. അതായത് വീണ വിജയൻ കോടതിയിൽ ഹാജരാവും, അവിടുന്ന് അറസ്റ്റ് രേഖപ്പെടുത്താം, അപ്പോൾ തന്നെ ജാമ്യം കിട്ടത്തക്ക തോതിലാണ് ഈ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ടല്ല. പക്ഷേ 447 എന്ന കമ്പനീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 447 ഓഫ് ദ കമ്പനീസ് ആക്ട് അതാണല്ലോ ചുമത്തിയിരിക്കുന്നത് 2013 സ്കോപ്പ് ഓഫ് സെക്ഷൻ 447 എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ളതാണ്. ഇറ്റ് ഡിഫൈൻസ് ഫ്രോഡ് ബോർഡ്ലി ടു ഇൻക്ലൂഡ് എനി ആക്ട്, ഒമിഷൻ ഓർ കൺസീൽമെന്റ് ഓഫ് ഫാക്ട്സ് ഓർ അബ്യൂസ് ഓഫ് പൊസിഷൻ committed with the intent to deceive, gain undue advantage or injure the interest of the company എന്നുള്ളതാണ്. It covers situations where a person with the commit such acts. അത് പണിഷ്മെന്റും അതിൽ കൂടുതലാണ്. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒന്നാണ്. വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും
റിമാൻഡ് ചെയ്യുകയും ചെയ്യാവുന്ന ഒന്നാണ് ഈ 447 വകുപ്പ് അനുസരിച്ച്. അപ്പോൾ താങ്കൾ പറയുന്നത് അതുണ്ടാവില്ല എന്നാണ് അല്ലേ? അതുണ്ടാവില്ല. ഒരു കാര്യം കൂടി പറയാൻ സമ്മതിക്കണം. ആടിനെ പട്ടിയാക്കുന്ന, മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഈ നമ്മൾ പറയില്ലേ ചൂടൻ അഭിഭാഷകരായിരിക്കും വീണ വിജയന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ കോടതിയിൽ ഹാജരാവുക. അവിടുന്ന് വീണ വിജയൻ ഈ കേസില് ഈ SFIO എഫിൽ ഈ കേസ് പെടില്ലെന്ന് വരെ വാദിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതിലത്തെ ട്രാൻസാക്ഷൻസ് മുഴുവൻ നടന്നിരിക്കുന്നത് ബാങ്ക് വഴിയാകയാൽ എന്താണ് ഇതിലത്തെ ഫ്രോഡ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമെന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. അപ്പൊ അതൊക്കെ ഒരു പക്ഷേ കാരണം കർണാടക, അതായത് അല്ലല്ല, നൽകാത്ത സേവനത്തിനാണ് പണം വാങ്ങിയത് എന്നത് തെളിയിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അല്ലേ? തീർച്ചയായിട്ടും അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. മാത്രമല്ല SFIOക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള അവകാശം എന്താണെന്ന് കൂടി ഈ പുലിയായിട്ടുള്ള നമ്മുടെ അഭിഭാഷകരിൽ ആരെങ്കിലും കോടതിയിൽ ചോദിച്ചുകൊണ്ട് വീണ വിജയനെ തൽക്കാലത്തേക്ക് ഒരു അറസ്റ്റും ഒരു റിമാൻഡും ഇല്ലാതെ പുഷ്പം പോലെ പുറത്തേക്ക് ശരി, ഇതുവരെ അത് കണ്ടതുമാണ്. കാരണം ഇത് സംസ്ഥാന സർക്കാരിന് കൂടി ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ് CMRL. അവിടെ നിന്നാണ് ഈ അനധികൃതമായിട്ട് ഈ പണം ഒഴുകിയിരിക്കുന്നത്. KSIDC വഴി സംസ്ഥാന സർക്കാരിന് കൂടി പങ്കാളിത്തം ഉണ്ടല്ലോ. അപ്പോൾ KSIDC തന്നെ കോടതിയെ സമീപിച്ച് ഈ കേസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറയുമ്പോൾ പബ്ലിക് മണിയാണ്.